ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർത്തമാന കാലഘട്ട കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഹിജാബിന്റെ വിഷയമാണ്. ഒന്ന് ഹിജാബിട്ട പെണ്ണിനെ ഊരാൻ പറഞ്ഞു. രണ്ടാമത്തെ ചർച്ച ഹിജാബിട്ട ശിരോവസ്ത്രമിട്ട കന്യാസ്ത്രീയായ സഹോദരി ഓട്ട മത്സരത്തിൽ അവളെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് അവർ ഓടി 1ാം സ്ഥാനം മേടിച്ചു എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന രണ്ട് വലിയ ചർച്ചകൾ. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഒരു ഓട്ട മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു കന്യാസ്ത്രീ പങ്കെടുത്തപ്പോൾ അവിടെ മതേതരത്വമില്ല, അവിടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരേ യൂണിഫോമിറ്റി ഇല്ല. സാധാരണ റിലേയിൽ പങ്കെടുക്കുന്നവർ ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്, അതൊന്നുമില്ലാതെ അവരുടെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് മത്സരിക്കുക മാത്രമല്ല ആ കന്യാസ്ത്രീ ചെയ്തത്. ആ വിശ്വാസദാർഢ്യത്തിന്റെ മുന്നിൽ അവർ 1ാം സ്ഥാനം വാങ്ങി. ഇവിടെയാണ് മുസ്ലിമീങ്ങളായി ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നിലപാടുകൾ, നമ്മുടെ മതത്തിന്റെ മൂല്യങ്ങൾ ചില സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. എല്ലാവരുടെ കൂടെയും നമ്മൾ കൂടുന്നുണ്ട്. നമുക്കിപ്പോ തലമറച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ഈ മുസ്ലിമീങ്ങൾ തന്നെയുണ്ട്. ചില ആളുകൾ പറയുന്നത്, തലമറച്ച് കിടക്കണം ആ പെണ്ണുമ്പോൾ ആ പെങ്കൊച്ച് കഴിഞ്ഞ ദിവസം തലമറച്ച് കണ്ട് പോയതേ ഉള്ളൂ എന്നാ പറയുന്നത്. ഇവിടെ തലമറച്ച് കഴിഞ്ഞ ദിവസം പോണതോ അല്ലെങ്കിൽ ആ കുട്ടി തലമറയ്ക്കാതിരുന്നതോ ഒന്നും അല്ല വിഷയം. തട്ടമിട്ടൊരു പെൺകുട്ടി സ്കൂളിൽ വന്നപ്പോൾ അത് ഊരാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നതാണ് വിഷയം. അവർ പറയുന്ന ന്യായം ഒരു യൂണിഫോമിറ്റി എന്നാണ്. കുട്ടികളെല്ലാവരും ഒരേ യൂണിഫോമിൽ വരുന്നതാണ്. ഒരേ യൂണിഫോമിൽ വരണ്ടായ തർക്കം. ഞാൻ ഞാൻ കോളേജിൽ പഠിച്ച ആളാണ്, ബി എഡ് പഠിച്ച ആളാണ്. അവിടെ ഒരു യൂണിഫോം ഉണ്ടായിരുന്നു, പച്ച വരെയുള്ളൊരു ഉടുപ്പും ഒരു പച്ച പാൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു രാമേന്ദ്രൻ സാറാണ്, അദ്ദേഹം കൊല്ലംകാരനാണ്. അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞു, സാറേ നിങ്ങൾ മുണ്ടുകൊടുത്ത് വെള്ള ഷർട്ട് കൊടുത്ത് തൊപ്പി വെച്ച് വന്നാൽ മതി, അതാ എനിക്കിഷ്ടം. 8ാം ക്ലാസ് മുതൽ സ്കൂളിൽ പഠിക്കൊണ്ടിരുന്നപ്പോൾ യൂണിഫോം ധരിച്ച ആളാണ് ഞാൻ. ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് പഠിച്ച ആളാണ്. ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ട്. ഞാൻ 7ാം ക്ലാസ് വരെ കന്യാസ്ത്രീകളുടെ സ്ഥാപനത്തിൽ പഠിച്ച OLM കോൺവെന്റിൽ പഠിച്ച ആളാണ്. അവിടെ ഒന്നും ഇല്ലാത്ത ഒരു വൈകൃതം, ഒരു വ്യത്യാസം വർത്തമാന കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ മുസ്ലിമീങ്ങളായി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നിലപാടുകൾ നമ്മൾ മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തിനാ നിർബന്ധിച്ച് ഇങ്ങനെ ആ കുട്ടി കൊച്ചു കുഞ്ഞല്ലേ തലയത്തൂരിയിട്ട് വിടുന്ന എന്തിനാ കുറെ ആളുകൾ? ഇതൊന്നും അവിടെ എന്തെങ്കിലും നടക്കട്ടെ, കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്താ? പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു ഈ വിഷയവുമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന എങ്ങനെയെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യുറദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്. അഹ്ലു കിതാബുകാരായ ആളുകൾ, ജൂതനസാറാക്കളായ ആളുകൾ, അവർ ആഗ്രഹിക്കുന്നതിൽ അവർ കൂടുതലും പേര് ആഗ്രഹിക്കുന്നത് എന്തെന്നറിയോ നബിയേ? ലൗ യുറദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസികും. നിങ്ങൾക്ക് നല്ല ഈമാൻ കിട്ടിയതിനു ശേഷം ആ ഈമാനിൽ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് പിന്തിരിപ്പിക്കാനുള്ള, നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് പിന്തിരിഞ്ഞ് നിങ്ങൾ ആ ഈമാനിൽ നിന്ന് ഒന്ന് മാറിപ്പോകണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് കൂടുതൽ അഹ്ലു കിതാബുകാർ. ഈ വിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു ഉണ്ടെന്നും അള്ളാഹുവിന്റെ റസൂലുണ്ടെന്നും വ്യക്തമായിട്ട് ബോധമുള്ളവരാണ് നബിയെ അവർ. അതുകൊണ്ട് നിങ്ങളെ മതത്തിൽ അംഗീകരിച്ചിരിക്കുന്നവരെ പിന്തിരിപ്പിച്ച് കളയാൻ ആഗ്രഹമുള്ളവരാണ് അവരെന്ന് ഖുർആൻ. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ മതമൂല്യങ്ങൾ, നമ്മളിടുന്ന പർദ, നമ്മളിടുന്ന നമ്മുടെ പെൺകുട്ടികളിടുന്ന മുഖമഖ്ന, അവരുടെ ഹിമാറ്, അവരുടെ എല്ലാം, നമ്മുടെ തൊപ്പി, ദാടി, ഇതെല്ലാത്തിൽ നിന്നും ഇവർ ഒഴിവായി നിന്നാലാണ് ഇവരെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് വ്യക്തമായി അവബോധമുള്ള ആളുകളാണ് അവർ, അഹ്ലു കിതാബുകാർ. അല്ലാഹു വ്യക്തമായി ഖുർആനിൽ പറയാൻ, മാ തബയ്യന ലഹുമുൽ ഹഖ്. വ്യക്തമായ ഹക്ക് നിങ്ങൾക്ക് വന്നതിന് ശേഷം ആ ഹക്കിൽ നിന്ന് പിഴയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നബിയെ അവർ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് കേട്ടോളൂ. അൻ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു
അബീ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم മുത്തുനബി തങ്ങൾ പറയാണ് ലാ യഹഖിറു അഹദുകും നഫ്സഹു നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ നഫ്സിൽ സ്വന്തമായി നിങ്ങൾ നിന്ദ്യനായി പോകരുത്. നമ്മൾ സ്വന്തം തന്നെ ഇൻസൾട്ട് ആയി പോകരുത്. നമ്മൾ സ്വന്തം സ്വമേധ്യ നമ്മൾ തരം താഴ്ന്നു പോകരുത് എന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ. അതെങ്ങനെയാണ് നമ്മൾ തരം താഴ്ന്നു പോവുക? എന്താ ഈ തരം താഴുക എന്നുള്ളത് കൊണ്ട് ഞാനും നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? സമ്പത്തില്ലായ്മ, അതൊരു തരം താഴ്ചയാണ്. സൗന്ദര്യമില്ലായ്മ, അതൊരു തരം താഴ്ചയാണ്. നല്ല ഒരു പൊസിഷൻ, അവനക്കൊരു സ്ഥാനമല്ല. അവൻ പള്ളി കമ്മിറ്റിക്കാരനല്ല, അവൻ മാനേജിങ് കമ്മിറ്റിക്കാരനല്ല, അവൻ പള്ളിയിലെ ഖത്തീബല്ല, അവൻ മുല്ലാക്കല്ല, ഒന്നുമല്ല, സാധാരണക്കാരൻ, തരം താഴ്ന്നവൻ. പക്ഷെ അള്ളാന്റെ റസൂല് തരം താഴ്ന്നവരെന്ന് പരിചയപ്പെടുത്തൽ എന്നറിയോ? നിങ്ങൾ കേട്ട്, അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് കൈഫ യഹഖിറു അഹദുനാ നഫ്സഹു, ഒരാൾ എങ്ങനെയാണ് നബിയെ തരം താഴുക? ഒരാൾ എങ്ങനെയാണ് നബിയെ നിന്ദ്യനാവുക? അവൻ എങ്ങനെയാണ് സ്വന്തം ഇൻസൾട്ടായവൻ മാറുക? ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറയുന്ന ഇൻസൾട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും, യറാ ആമിറൻ ലില്ലാഹി അലൈഹി ഫീഹി മഖാൽ, അല്ലാഹു ഒരു കൽപ്പന പറയും അവനോട്. തരം താഴ്ന്നവന്റെ അടയാളം റസൂലുള്ള പറഞ്ഞ സമ്പത്തിൽ താഴ്ന്നവനല്ല, അവൻ സൗന്ദര്യത്തിൽ താഴ്ന്നവനല്ല, അന്യഭാഷക്കാരായ ഭായിമാരല്ല. നമ്മൾ അവരെയൊക്കെ കാണുന്ന ഒരു തരം താഴ്ന്ന ടീമായിട്ടാണ്. സംഗതി അവരുടെ പ്രശ്നം ഉണ്ടാവാതിരിക്കും, നമ്മളുടെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ ഭായിമാര്. അള്ളാന്റെ മുമ്പിൽ ഭായിമാരും മലയാളികൾക്ക് ഡിഫറൻസ് ഒന്നും അള്ളാഹ്ക്കില്ല, നമുക്കാണ് ഭായിമാർ. അള്ളാഹുവിന്റെ മുമ്പിൽ തഖ്വയുള്ളവനാണ്. ചിലപ്പോ അവരെ കാട്ടി തരം താഴ്ന്നവർ നമ്മളായിരിക്കും. അടിവാട് ഗോതോങ്കലപ്പുറത്ത് അടിവാടിൽ റമദാൻ 1 നോമ്പുറപ്പിക്കുന്ന ഒരു ഭായിയാണ്, ഒരു ആസാമിയാണ്. 1,00,000 രൂപ ചെലവാക്കി ആ മലയാളികൾ കോടീശ്വരന്മാരുടെ നോമ്പുറപ്പിക്കും. അപ്പൊ ആത്മാഭിമാനം മാറി, സമ്പത്ത് അവന്റെ കയ്യിലായി. ഇവിടെ തരം താഴ്ന്നവനെ പറ്റിയിട്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അർത്ഥം, യറാ ആമിറൻ ലില്ലാഹി അലൈഹി ഫീഹി മഖാൽ, അല്ലാഹുവിന് ഒരു അഭിപ്രായമുണ്ട് അവന്റെ മേലിൽ, അതിനേക്കാൾ വലിയ മറ്റൊരു അഭിപ്രായം അവനുണ്ടാവും. അവനാണ് തരം താഴ്ന്നത്. അല്ലാഹു പറയടാ നിസ്കരിക്കുക, നിസ്കാരമൊന്നും കുഴപ്പമൊന്നുമില്ല, നിസ്കരിക്കുന്നവർക്ക് കുഴപ്പമൊന്നും പറയണ. ചായക്കടയിൽ ചായ കുടിച്ചിട്ട് ആൾക്കാർപ്പില്ലേ, സംഗതി ഇന്നോവക്കാരൊക്കെ ഉണ്ടാവും, കോടീശ്വരനായിരിക്കും. അവൻ തരം താഴ്ന്നവനാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും നമ്മളോട് പറയുമെങ്കിൽ അവനെ കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഈ പള്ളി ശരിയല്ല, പള്ളിക്കാരൻ ശരി, മുസ്ലിം ശരിയല്ല. ആരാ തരം താഴ്ന്നവൻ? ആരാ തരം താഴ്ന്നവൻ? അള്ളാഹു പറയുന്നു പള്ളി വലുതാണ്, ആലിമീങ്ങൾ വലുതാണ്, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവർ അള്ളാഹുമായിട്ട് അടുപ്പമുള്ളവരാണ് എന്ന് പറയുമ്പോ അപ്പുറ സൈഡിൽ നിന്ന് അത് ശരിയല്ലെന്ന് പറയുന്നവൻ അവൻ പരിശുദ്ധ ദീനിൽ തരം താഴ്ന്നവനാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഒരു നിലപാട് പറയും, നീ തല മറയ്ക്കണം എന്നുള്ള അള്ളാഹിന്റെ നിലപാടാണ്. ആ നിലപാടിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയവും CBSEയും ICSEയും വലിയ ഉത്തുംഗ സോപാനത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോ നമ്മുടെ കുട്ടികൾക്ക് ആ ഇസ്ലാമിന്റെ നിലപാടിനെ വിടുന്നതിനെ കുറിച്ച് നമുക്കൊരു വിലയില്ലെങ്കിൽ മാതാപിതാക്കളെ, മക്കളെ മുമ്പിൽ നമ്മൾ തരം താഴ്ന്നു പോവും, മക്കളെ മുമ്പിൽ വിലയില്ലാതെ. അപ്പൊ നമ്മൾ പിന്നെ പറയും, കഷ്ടപ്പെട്ട് വളർത്തിയ ഉസ്താദേ എന്ന് പറയാറില്ലേ? എന്റെ അറിവിൽ തന്നെ ഒരു സഹോദരൻ, ഉമ്മാക്ക് വിലയില്ല, ഉമ്മാക്ക് ഒരു വിലയും കൊടുക്കൂല. ആ ഉമ്മ മരിച്ചുപോയി, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ആ ഉമ്മ ഇങ്ങനെ നടക്കും റോട്ടിലൂടെ, 2 കോടീശ്വരന്മാരായ 2 മക്കളാണ്. ആ ഉമ്മ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. ഒരു ദിവസം അവിടെ കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അവിടുത്തെ പെണ്ണുമ്പോൾ നിങ്ങൾ അപ്പുറത്ത് അടുത്ത ആഴ്ച അവിടെ കിടന്നു പോകണം. അങ്ങനെ അടി ഓട്ടിക്കും. മരണപ്പെട്ടു പോയി. സംഭവിച്ചെന്നറിയോ? അയാളെ പൊന്നുപോലെ തങ്കം പോലെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയ മോള് ഒളിച്ചോടിപ്പോയി. അങ്ങനെയുണ്ട്. അള്ളാഹ് കൊടുക്കുന്ന പണിയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ദീനിന്റെ നിലപാടിൽ നിന്ന് നമ്മൾ എപ്പോഴും മാറ്റം വരുത്തുന്നുണ്ടോ, നമ്മൾ തരം താഴ്ന്നവരാകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അത് മരിക്കുമ്പോഴേ അറിയുള്ളൂ, അള്ളാഹ് പറയും ഖിയാമത്ത് നാളാകുമ്പോ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അവനോട് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ലഹു യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളാകുമ്പോ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, മാ മനഅക അൻ തഖൂല ഫീ കദാ വ കദാ, എന്തിനാടാ നീ ഇങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിന്റെ എൻ്റെ ഒരു തീരുമാനം വന്നപ്പോ നീ എന്തിനാണത് വേണ്ട എന്ന് പറഞ്ഞത്? നീ എന്തിനാണ് സദഖ വേണ്ടെന്ന് പറഞ്ഞത്? നീ എന്തിനാണ് പള്ളി നിസ്കരിക്കാൻ പോയവരെ കുറ്റപ്പെടുത്തിയത്? നീ എന്താണ് പണ്ഡിതന്മാരെ ഇങ്ങനെ അവഹേളിച്ചത്? നീ എന്താണ് പരിശുദ്ധ റമളാനെ ബഹുമാനിക്കാത്തത്? നീ എന്താണ് അള്ളാന്റെ ഖുർആൻ ഒന്നെടുത്ത് ഓതാത്തത്? നീ എന്താണ് നിന്റെ നിലപാട് പറഞ്ഞത്? നീ രാഷ്ട്രീയക്കാരനായി പോയത് കൊണ്ടാണോ? പള്ളിയല്ല വലുത്, എനിക്ക് രാഷ്ട്രീയമാണ് വലുത്. ആലിമീങ്ങളല്ല വലുത്, രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്റെ മേലാളന്മാർ, അവരാണ് എന്റെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞ് പണ്ഡിതന്മാരെ പുറംകാല കൊണ്ട് ചവിട്ടിയടിക്കുന്നവര് കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്, എടാ മാ മനഅക അൻ തഖൂല ഫീ കദാ വ കദാ, ഇന്ന കാര്യങ്ങൾ നിന്നോട് ആരാടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ നീ എന്തിനാണ് പറഞ്ഞതെന്ന് അള്ളാഹു പരമോന്നത കോടതി ചോദിക്കുമ്പോ അവൻ പറയുന്ന മറുപടി എന്തെന്നറിയോ? ഖശിയത്തന്നാസ്, പടച്ചവനെ ജനങ്ങളെ ഭയപ്പെട്ടിട്ടാണ്, എന്റെ പാർട്ടിയുടെ നേതാവിനെ ഭയപ്പെട്ടിട്ടാണ്, പടച്ച തമ്പുരാനെ എന്റെ കൂടെയുള്ള കൂട്ടുകാരന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, എന്റെ കമ്മിറ്റിയിലുള്ള, എന്റെ സംഘടനയിലുള്ള, എന്റെ ഗ്യാങ്ങിലുള്ള, ഞാൻ നിലകൊള്ളുന്ന എന്റെ സംവിധാനത്തിന്റെ ഉള്ളിലുള്ള എന്റെ കൂട്ടുകാരന്മാരെക്കാൾ വലിയ ആളെനിക്കെന്ന് വേറെ ഉണ്ടായിരുന്നില്ല. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോ അല്ലാഹ് പറയുന്ന മറുപടി എന്തെന്നറിയോ? എടാ കഴുതേ, എന്നെയല്ലടോ നീ ഭയപ്പെടേണ്ടത്, റബ്ബായ എന്നെയല്ലയോ നീ ഭയപ്പെടേണ്ടത്? മനുഷ്യരെയാണോ ജനങ്ങളെയാണോ നീ ഭയപ്പെടുന്നത്? നിനക്ക് ജീവൻ തന്ന, നിനക്ക് ഭക്ഷണം തന്ന, നിനക്ക് അന്നം തന്ന, സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഭാര്യയും സന്താനങ്ങളെയും തന്നിട്ട് സർവ്വ സംവിധാനങ്ങളും ഒരുക്കിയ റബ്ബിനെയല്ലയോ നീ ഭയപ്പെടേണ്ടത് എന്ന് പറഞ്ഞവനെ നരകത്തിലോട്ട് വലിച്ചു കഴിച്ചു കൊണ്ടുപോകുമെന്ന് പറയപ്പെടുമ്പോ മുസ്ലിമേ, ഇത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികളായ സഹോദരങ്ങളോട്, എന്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ഇസ്ലാം എന്ത് പറഞ്ഞോ അത് ചെയ്യാനുള്ള ചങ്കൂറ്റം എവിടെയെങ്കിലും നമ്മൾ കാണിച്ചിട്ടുണ്ടോ? എന്തിന് സ്വന്തം മകളുടെ കല്യാണം വരുമ്പോ പോലും ഞാനാണ് വലിയ ആളെന്ന് പറയുന്നവന്മാര് സ്വന്തം കല്യാണം വരുമ്പോഴും പാശ്ചാത്യ സംസ്കാരത്തിന്റെ എല്ലാ വൃത്തിഹീനമായ നിലപാടുകളും കൊണ്ടുവന്ന് അവന്റെ മകളുടെ കല്യാണത്തിൽ കാണിക്കുന്നവന് മുസ്ലിമാണെന്ന് പറയാൻ എന്ത് ക്വാളിറ്റിയാ പ്രിയപ്പെട്ടവരെ ഉള്ളത്? എന്റെ മോളെന്താ വിചാരിക്കുക ഉസ്താദേ, 1,00,000 രൂപ കൊടുത്ത് പൊട്ടിയിട്ടത് അവളെ ഭയപ്പെട്ടിട്ടാണ്, ഭാര്യയെ ഭയപ്പെട്ടിട്ടാണ്, കുടുംബത്തിലെ അംഗങ്ങളെ ഭയപ്പെട്ടിട്ടാണ് എന്ന് പറയുന്നവന്മാര് കേട്ടോ. അല്ലാഹ് പറയുന്ന ഭാഷ എന്തെന്നറിയോ? കുന്ത അഹഖു അന തഖ്ശാ, കുന്തു അഹഖ അന തഖ്ശാ. എടാ ഭാര്യയെ ഭയപ്പെട്ടവനെ, മക്കളെ ഭയപ്പെട്ടവനെ, കൂട്ടുകാരെ ഭയപ്പെട്ടവനെ, എന്നെ അല്ലയോടോ നീ ഭയപ്പെടേണ്ടത്. എന്നെ ഭയപ്പെടാ നീ കാണിച്ച ആഭാസങ്ങൾക്കുള്ള ശിക്ഷയുണ്ടല്ലോ, ഫിന്നാർ, നരകത്തിലോട്ട് അവനെ വലിച്ചിഴപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ നിലപാടുകൾ മാറ്റം വരുത്തരുത്. മുസ്ലിമാണെന്നുള്ള ഐഡന്റിറ്റി നമ്മൾ മാറ്റം വരുത്തത് എവിടെയും. പാണക്കാട് അബ്ദുൽ നാസർ ശിഹാബ് തങ്ങൾ ഫലസ്തീൻ സന്ദർശനത്തിന് വേണ്ടി ഇസ്രായേലിൽ പോയപ്പോൾ ഇസ്രായേൽ പട്ടാളക്കാര്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്. തങ്ങളുടെ കൂടുതൽ തങ്ങളെ തലപ്പാക്കുന്ന അഴിച്ചു വെക്കും. അവിടെ കയറും യവന്മാര് വെടിവെക്കും. ഈ പ്രശ്നക്കാരാണ് കൂടുതലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഒഴിവാക്കും, കോട്ടൊക്കെ ഒഴിവാക്കും. ഞങ്ങൾ പറഞ്ഞു അത് കുഴപ്പമില്ല, പാവ് കെട്ടിട്ട് കയറാൻ പറ്റി കയറിയാൽ മതി, പൈസ പോലെന്നുള്ളൊരു കുഴപ്പമില്ല, പ്രശ്നമില്ല. നല്ല തലപ്പാവും, നല്ല യമനി തലപ്പാവ് കെട്ടും, നല്ല 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 വക്കാറിലാണ് മഹാനരായ പാണക്കാട് അബ്ദുൽ നാസർ ശിഹാബ് തങ്ങൾ. എവിടെയും പോകും. ഞങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരൊറ്റ ആള് തടഞ്ഞില്ലെന്ന് മാത്രമല്ല എനിക്ക് ഒരു സ്വീകരണവും കൂടി തന്നു. നമ്മളായിട്ട് നടന്നാൽ നമ്മൾക്ക് അംഗീകാരം കിട്ടും. മുസ്ലിമായിട്ട് പഠിപ്പിക്കാൻ ഒരു സ്കൂളിന്റെ മാനേജ്മെന്റ് അനുവദിക്കുന്നില്ലെങ്കിൽ വേറെ സ്കൂളില്ലേ? എന്തോ ഒരു സ്കൂളുണ്ട് ഇവിടെ, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുണ്ട്.
എന്തിനാ ഇസ്ലാമിന്റെ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു മാനേജ്മെന്റ് കീഴിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ എന്തിനു കൊണ്ടുപോയി ചേർക്കുന്നു? ഇവിടെ എന്തോരം മാനേജ്മെന്റ് വേറെ ഇല്ലേ? നിസ്കരിക്കാൻ വിടൂല എന്ന് പറഞ്ഞൊരു മാനേജ്മെന്റ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ട. ഇത് മുസ്ലിമിന്റെ നിലപാടാണ്, ഇത് ആദർശമാണ്. മുട്ടിന്റെ താഴെ ഇപ്പൊ പുതിയ വസ്ത്രം ഇറങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക്, പാന്റും സ്കേർട്ടും കോട്ടും. അത് അവരുടെ അരക്കെട്ടൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ആ രീതിയിലുള്ള ഡ്രസ്സാണ്. 8ാം ക്ലാസ് ആകുമ്പോൾ മദ്രസ നിർത്തും. അപ്പൊ കാക്ക അപ്പുറത്താക്കണം, മദ്രസ വേണ്ടാട്ടോ, ഒക്കെ ഭീകരന്മാരാ, അത് ശരിയല്ല. കൊച്ചിനെ ഇങ്ങനെ ഹറാമായിട്ട് സ്കൂളിൽ വിടാൻ ഒരു ഉളുപ്പുമില്ലാത്ത മാതാപിതാക്കള് എന്ത് അടിസ്ഥാനത്തിൽ അത് പറയുക? കോളേജുകൾ നടക്കുന്ന ആഭാസം എന്താണ്? ഈ MES കോളേജിന്റെ തൊട്ടപ്പുറത്തൊരു ചായക്കട ഉണ്ട്. ഒരു ദിവസം ഞാൻ യാദൃച്ഛമായിട്ട് ചായ പിടിക്കാൻ കയറി. വലിയ പിടി കുടി എന്ന് പറഞ്ഞതുപോലെ ഒരു സൈഡിൽ കുടിക്കുന്നു, ഒരു സൈഡിൽ വൃത്തിയിൽ കിടക്കുന്നു, ഒരു സൈഡിൽ അമ്മ കഞ്ചാവടിക്കാൻ വേണ്ടി ഒരു റൗണ്ട് കെട്ടി ചെയ്യാം. ഞാൻ തൊപ്പിയൊക്കെ വെച്ച് ഞാൻ കയറി അബദ്ധമായി പോയി. ഞാൻ അങ്ങോട്ട് കയറി ചായ കുടിച്ചപ്പോൾ ഒരുത്ത എന്റെ മുഖത്ത് നോക്കിത്താ എന്തൊരു വൈരം. ഇയാളൊന്നും പ്രധാനം ഒതുക്കുന്ന ആളല്ല, ഇവിടെയാണ്. ഞാൻ ആലോചിച്ച് ഈ വലിച്ചു വിടുന്നത് കൊണ്ട് ഇവന് വല്ല ക്യാൻസറും വന്ന പടച്ചോനെ ഉള്ള കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒറ്റ രോഗം കൊടുത്താൽ പോലെ അവൻ അഹങ്കാരത്തിന്റെ വലി വലിക്കുമ്പോ അവസാനത്തെ വലിയാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യും? ഇവന്റെ കബറിൽ പോയി കിടന്ന് അനുഭവിക്കണ്ടേ? മുസ്ലിമീങ്ങളാണെന്ന് ആലോചിക്കണം. ഇത് പറയുന്ന മാതാപിതാക്കൾക്ക് എന്ത് നിലപാടാ പ്രിയപ്പെട്ടവരെ ഉള്ളത്? പിന്നെ എങ്ങനെ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കും? മുസ്ലിമീങ്ങളാകെ ആക്രമിക്കപ്പെടുന്നു. ഫലസ്തീനു വേണ്ടി ആസാം ആക്രമിക്കപ്പെടുകയാണ്. നബിതങ്ങളുടെ ഹദീസ് കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ആക്രമിക്കപ്പെടും. ഇപ്പോഴെന്നറിയാവോ, ഈ നിലപാടിൽ നിന്ന് നമ്മളെപ്പോ മാറുന്നോ നമ്മൾ ആക്രമിക്കപ്പെടും. അപ്പൊ ചോദിഞ്ഞു വരട്ടെ എന്ന് പറയും. നീ മരിച്ച് കബറിക്കടന്ന് കാണാൻ നിന്റെ മക്കൾ അനുഭവിക്കുന്നത്. കാരണം ആരാ? നീയാണ്. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ, പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് കേട്ടുകൊള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. തൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, യൂശികുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാഅൽ ലഖലത ഇലാ ഖിസ്അതിഹാ. ഏ മുസ്ലിം സമുദായമേ, നിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എങ്ങനെയെന്നറിയോ? ഭക്ഷണത്തടയിൽ ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് ഭക്ഷണത്തടയിൽ നിന്ന് ഭക്ഷണം കഴിക്കൂലേ? അതിൽ മട്ടനുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, ചോറുണ്ട്, മന്തിയുണ്ട്, എല്ലാം ഉണ്ട്. അവർ കയ്യറ്റിങ്ങനെ വാരി കഴിക്കൂലേ? ആഗ്രഹത്തിൽ അവർ ഓരോ മാംസങ്ങളിലും ഭക്ഷണങ്ങളിലും കയറി പിടിച്ച് ഇങ്ങനെ പിഴുതെടുക്കൂലേ? അതുപോലെ നിങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് ആരാ പറയുന്നത്? 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുവരെ നുണ പറയാത്ത നാവ് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നിബിതങ്ങളാവരെ ആക്രമിക്കപ്പെടും. നിങ്ങൾ കൊല്ലപ്പെടും. നിങ്ങളെ കൂട്ടം കൂടി അടിക്കും. അസാമിലെ കണ്ടില്ലേ, കമ്പി വടിയിട്ട് അടിക്കാണ്, കെട്ടിയിട്ടടിക്കുകയാണ്. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ഇങ്ങനെ അന്തം വിട്ടന്താളിച്ച് മദീന പള്ളിയിലായിരുന്നു കേൾക്കുന്നത്. സ്വഹാബത്ത് നിരന്നിങ്ങനെ ഇരിക്കുകയാണ്. റസൂൽ പറയാണ്, കെട്ടിയിട്ടടിക്കും സ്വഹാബ, ഇരുമ്പ് ദണ്ടുകൊണ്ട് അവരെ ആഞ്ഞടിക്കും സ്വഹാബ. ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തിട്ട് ശത്രുക്കളെ പിച്ച് ചീന്തിയ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ഉഹദിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്ത ഖന്തഖും ഖൈബറും കണ്ട സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, വമിൻ ഖില്ലത്തി യൗമഇദി യാ റസൂലല്ലാഹ്, അന്നവര് കുറവായത് കൊണ്ടാണോ നബിയേ? പെരുമ്പാവൂര് കാലില് കാക്കാമാര് കുറവായത് കൊണ്ടാണോ എന്നാ ചോദ്യം. സംഘപരിവാര ശക്തി കൂട്ടം കൂടിയിട്ട് വെട്ടുമ്പോ അന്ന് പെരുമ്പാവൂരിലെ ആൺകുട്ടികൾ, ചുണക്കുട്ടികൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണോ നബിയെ അവരെ കൂട്ടം കൂടി അടിക്കുന്നെന്നാണ് സഹാബത്തിന്റെ ചോദ്യം. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി എന്തെന്നറിയോ? ലാ അല്ല സ്വഹാബ, ബല്ലന്തും കസീർ, ധാരാളമാണ് സ്വഹാബ. പെറ്റി പെരുകുന്നത് പോലെ ഇങ്ങനെ കാക്കാമാര് പെറ്റി പെരുകുന്നുണ്ടെന്ന് കരക്കാര് പറയുന്നുണ്ടല്ലോ, അതുപോലെ പെറ്റി പെരുകിയിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ആളുകളുണ്ട്. അവർ എണ്ണത്തിൽ കൂടുതലാ സ്വഹാബ.
ഇന്നകും ഉസാഉൻ കഉസാഇസ്സൈൽ. എടോ മഴവെള്ളപ്പാച്ചിൽ ഇങ്ങനെ ഒലിച്ചു വരുമ്പോ ഒഴുകിപ്പോകുന്ന ചപ്പ് ചവറ് ചണ്ടികളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത് കഉസാഇസ്സൈൽ, ചപ്പ് ചവറ് ചണ്ടികളെ പോലെയാ സുഹാബാ. ഖുർആനോതും ഈമാൻ ഉണ്ടാവൂല, നിസ്കാരത്തനമ്പുണ്ടാവും, പടച്ചോനെ പേടിയില്ല, മാറിയെന്ന് രഹസ്യമായിട്ട് കള്ളു കുടിക്കുന്നവനാണ് അവൻ സുഹാബാ. അവൻ പലിശ തിന്നുന്നവനാണ്, അവൻ കൂട്ടിക്കൊടുക്കുന്നവനാണ്, പെണ്ണുപിടിയന്മാരാണ് സുഹാബാ. ഈമാന്റെ ഒരു അംശം പോലും അവന്മാരുടെ കൽവിന്റെ ഉള്ളിലുണ്ടാവൂല സുഹാബാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അങ്ങനെ സംഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമ്പോ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് യൗമാരെ കുറിച്ചുള്ള ഭയം അല്ലാഹു അങ്ങ് ഊരിമാറ്റിക്കളയുന്നതാണ്. ഈ മുസ്ലിമീങ്ങളെ കുറിച്ചൊരു ഭയമോ അവരെ കുറിച്ചൊരു പേടിയോ ഒരൊറ്റ അമുസ്ലിമീങ്ങൾക്കും ജൂതനും നസ്രാണിക്കും ഉണ്ടാവൂല. അവര് കേറിയങ്ങ് അടിക്കും സ്വഹാബാ. وَلَتَعْرِفُنَّ فِي قُلُوبِكُمُ الْوَهْنَ يَا صُحَابَا. ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? 1500 കൊല്ലത്തിന് ശേഷം ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോ മുസ്ലിമെ സോഷ്യൽ മീഡിയയിൽ ഞാനും നിങ്ങളും കാണുന്നതല്ലേ, പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ കൂട്ടം കൂടിയിട്ട് ബലാത്സംഗം ചെയ്തു കൊല്ലുന്നത്. ഗുജറാത്ത് കലാപത്തില് ഈ കഴിഞ്ഞു പോയ നാളുകൾ ഉത്തർപ്രദേശ് നടന്ന എത്രയോ ബുൾഡോസറുകളാ, വീടുകൾ ഇടിച്ചു നിരത്തിക്കളയുന്ന എത്രയെത്ര പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ചേരി പ്രദേശങ്ങളാ. സഹോദരാ, വെറുതെയല്ല കേരളത്തിൽ നമ്മൾ സുരക്ഷിതരായത് കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കരുത്. മുസ്ലിമെ പെരുമ്പാവൂരും പൂഞ്ഞാശ്ശേരിയിലും മുടിക്കലും ഈ വെസ്റ്റ് മുടിക്കലും ഈ പറയപ്പെടുന്ന പഞ്ഞപ്പെട്ടിയിലും ആറമ്പള്ളി തുടങ്ങുന്ന പ്രദേശങ്ങളിലും ഈ സംഭവങ്ങൾ വരാൻ വലിയ താമസമില്ല. എന്തുകൊണ്ടെന്നറിയോ? ഞാനത് മുന്നറിയിപ്പ് പോലെ പറയുന്നത് ശക്തമായ വ്യക്തമായ ഹദീസ് ഉള്ളത് കൊണ്ടാ. ഹബീബായ തങ്ങൾ പറയുന്ന കാരണം എന്തെന്നറിയോ സ്വഹാബാ? ഫീ ഖുലൂബികുമുൽ വഹ്ന യാ സ്വഹാബാ. വഹനെന്ന് പറയുന്ന രോഗം അവരുടെ കൽബുകൾ പിടിപെട്ടിട്ടുണ്ട് സ്വഹാബത്തെ. വഹനാണ് വഹനാണ് വഹനാണ്. ഇത് ചോദിക്കുമ്പോ കേൾക്കുന്ന നിങ്ങളുടെ കൽബിലുമുണ്ടല്ലോ ആശങ്ക, എന്താണ് വഹനുസ്താദേ? സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ വഹ്നു യാ ഹബീബല്ലാഹ്. എന്താണ് വഹൻ? എന്താണ് ഈ വഹൻ എന്ന് പറഞ്ഞാൽ? മുത്തുനബി തങ്ങൾ കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ? വഹൻ എന്ന് പറഞ്ഞാൽ ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള പ്രേമമാണ്. ഒരു വീട് വെക്കുമ്പോ വലിയ വീട് വെക്കണമെന്ന്, അത് വെട്ടിപ്പൊളിച്ചിട്ട് വലുത് വെക്കണമെന്നുള്ളവന്റെ ഒടുങ്ങാത്ത ആഗ്രഹമാണ്. ഒരു വണ്ടി വാങ്ങിയാ പോരാ, വീണ്ടും വണ്ടി വാങ്ങണമെന്നുള്ളവന്റെ അടങ്ങാത്ത ആഗ്രഹമാണ്. ദുനിയാവിനോടുള്ള പ്രേമം കാരണം പണക്കൊഴുപ്പിന്റെ പിന്നാലെ പോയിട്ട് അള്ളാനെയും അള്ളാന്റെ ദീനെയും പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് അവന്റെ സമ്പത്തിനെയും അവന്റെ കുടുംബത്തെയും മാത്രം കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന വഹനെന്ന രോഗമുണ്ട് സ്വഹാബാ. മാത്രമല്ല വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ പേടിയാണ്, മരിക്കാൻ ഭയമാണ്, മരണത്തെ വെറുപ്പാണ് അവന്. മരണം അവന്റെ മുന്നിൽ വരുന്നവന് ഇഷ്ടമേ അല്ല, മരണത്തെ വല്ലാത്ത ഭയമാണവന്. അവന് വല്ല ക്യാൻസർ എങ്ങാനും വന്നെന്നറിഞ്ഞാൽ അവന് താങ്ങൂല സ്വഹാബാ. പിന്നെ ഒന്ന് ചിരിക്കാൻ പോലും അവന് കഴിയില്ലെന്ന് റസൂലുള്ള പറയുമ്പോ മുസ്ലിമേ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പള്ളിക്ക് ചുറ്റുമുള്ള വീടിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, പെരുമ്പാവൂരിന്റെ പ്രദേശങ്ങളിലല്ല കണ്ണോടിക്കേണ്ടത്, എടോ ദൂരെയുള്ള ഉത്തർപ്രദേശിലും ആസാമിലുമല്ല കണ്ണോടിക്കേണ്ടത്, അങ്ങനെ ബാഗ്ദാദിന്റെ മണ്ണിലെ ഫലസ്തീന്റെ മണ്ണിലല്ല നമ്മൾ കണ്ണോടിക്കേണ്ടത്. കണ്ണോടിക്കേണ്ടത് എവിടെയെന്നറിയോ? ഇടനെഞ്ചിലോട്ട് കയ്യങ്ങട്ട് ചേർത്ത് പിടിച്ചിട്ടല്ലാ, ഈ വഹനെന്ന രോഗം എനിക്കുണ്ടോ, എന്റെ ഭാര്യയ്ക്കുണ്ടോ, എന്റെ മക്കൾക്കുണ്ടോ, എന്റെ കൂടപ്പിറപ്പിനുണ്ടോ? ദുനിയാവിനോടുള്ള അടങ്ങാത്ത
മോഹങ്ങളും പ്രേമങ്ങളുമായിട്ട് ഉണ്ടാക്കിയത് പോരാ കുഞ്ഞിട്ട് പിന്നെയും ഉണ്ടാക്കി കൂട്ടിയിട്ടു. പടച്ചറപ്പിന്റെ ദീനെ പുച്ഛവിലക്കാണ് ഞാനും നിങ്ങളും കൊടുക്കുന്നതെങ്കിലോ പൊന്നാര വാപ്പാ, വല്ലാഹി അല്ലാഹ് വെറുതെ വിടൂല. എടോ വെറുതെ വിടൂലെന്ന് പറഞ്ഞാൽ അല്ലാഹ് വെറുതെ വിടൂലെന്ന് തന്നെയാ. മുല്ലാലിയിൽക്കാർ തന്റെ മെറുക്കാത്തിൽ ഇത് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസിനെയൊക്കെ വിശകലനം ചെയ്യുന്ന മഹാപണ്ഡിതന്മാരുണ്ട്. അതിൽപ്പെട്ട മഹാനാണ് മുല്ലാലിയിൽക്കാർ തങ്ങള്. തന്റെ മെറുക്കാത്തിൽ പറയുന്നുണ്ട്, ഉബ്തുലീനാ ബിദാലിക ഫഅന്നമാ നഹ്നുൽ മനീഊന ബിമാ ദക്കറ ഹുനാലിക. കൊല്ലങ്ങൾക്ക് മുമ്പ് മെറുക്കാത്തത് മുല്ലാലിയിൽക്കാർ തങ്ങൾ 2025 ഈ സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലൊന്നും അല്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് മുല്ലാലിയിൽക്കാർ തങ്ങൾ എഴുതി വെച്ചേക്കാണ്, ഈ സമാനിൽ, ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലാണെന്ന്. തരട്ടെ. എനിക്ക് മരിക്കാൻ നമ്മൾ ഏത് ഹോസ്പിറ്റലിലും പോകും. രോഗം വന്നാൽ ഒന്നുമില്ലല്ലോ, നന്മയൊന്നുമില്ലല്ലോ. എന്താ പ്രതിവിധി? ദുനിയാവിനേക്കുള്ള നിങ്ങൾ സമ്പാദിക്കേണ്ട നല്ല മനുഷ്യന്മാരെ ഹലാലായ സമ്പാദിക്കണം. പക്ഷെ ദീനിന് മുൻതൂക്കം നൽകി ദീനിയായിട്ട് ജീവിക്കണം. എന്റെ വീട്ടിൽ കല്യാണം വരുമ്പോ ദീനിനെ വിട്ട്, ഞാൻ ഈ കല്യാണം എന്ന് കൂടുതൽ പറയണം, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ ആഭാസം കാണിക്കുന്നത് തന്റെ മക്കളെ കല്യാണത്തിലാണ്. ബാക്കിയൊക്കെ ഓക്കെ. എന്റെ മഹലിലെ ആളുകളല്ലേ നിങ്ങള്. അപ്പൊ അവിടെ എന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോ എഴുന്നേറ്റെന്ന് പറഞ്ഞു ശരിയല്ലാത്ത പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ആഭാസങ്ങൾ കുറയ്ക്കണം, ആഭാസങ്ങൾ ദുർവിനിയോഗം കുറയ്ക്കണം. ഭക്ഷണം വെച്ചിട്ട് കൊണ്ട് കളയല്ലേ. മക്കളെയൊക്കെ ഒരു നേർവഴിയിലാക്കി വളർത്തും. മക്കളെയൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലിട്ട് കൊണ്ടുപോവാ. ഇതല്ലേ ദീൻ. നമ്മൾ ദീനിയായിട്ട് വളർന്നില്ലെങ്കിൽ അത് നമ്മൾ താടി കറുപ്പിക്കുന്നു. നമ്മൾ മരിക്കാൻ പറ്റൂല. എന്തിനാ താടി കറുപ്പിക്കണത്? കുറെ നാളോടങ്ങ് ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് അടിക്കുക. ഹറാമ് ചെയ്യല്ലേ, എന്നിട്ട് നിസ്കരിക്കാൻ വരല്ലേ ഉളുപ്പില്ലാതെ, എന്നിട്ട് മരിച്ചു പോവല്ലേ, മയ്യത്ത് കുളി സ്വഹീഹാവോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് പണത്തിന്റെയും പ്രതാപത്തിനുള്ള കൽബിന്റെ ഉള്ള ഹുബ്ബങ്ങ് മാറ്റി വെക്കണം. ഇത് മുൻഗാമികൾക്ക് ഉണ്ടായില്ല. ഇത് മുൻഗാമികൾക്ക് ഉണ്ടായില്ലെന്ന് പറയാൻ ധാരാളം സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഒരു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ, ഞാൻ അവസാനിപ്പിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പറഞ്ഞു വിടുന്നു. റസൂലുള്ളാഹ് സെയ്ദ് ബിൻ അർഖം തങ്ങളെയാണ് പറഞ്ഞു വിടുന്നത്. സെയ്ദേ, നീ അബൂബക്കറിന്റെ അടുക്കൽ പോകണമെന്നിട്ട് പറയണം, ഫബശർതുഹു ബിൽ ജന്നാ, അബൂബക്കറെ നിനക്ക് സ്വർഗമുണ്ടെന്ന് നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. നബി തങ്ങൾ പറഞ്ഞാണെന്ന് പറയണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. ഉസ്മാൻ തങ്ങളുടെ അടുക്കലും അയച്ചു. ഉസ്മാൻ തങ്ങളെ അടുക്കലും അയച്ചു. ഉസ്മാൻ തങ്ങളോട് പറഞ്ഞപ്പോ ഹബീബായ തങ്ങളെ സ്വർഗം കിട്ടുമെന്ന് മാത്രമല്ല പറഞ്ഞത്, ഹബീബായ തങ്ങൾ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞപ്പോ ഫബശർതഹുൽ ജന്നാ അലൽ ബൽവാ, ഉസ്മാനേ നിനക്ക് സ്വർഗം മാത്രമല്ല, ആ മരിക്കുന്നതിനും ഒരു കൊടും പരീക്ഷണം നിനക്ക് ഉണ്ടാവും. ഒരു വമ്പൻ പരീക്ഷണം നിനക്ക് വരും. നമ്മളല്ല, ഞാൻ അടക്കം ദുആ ചെയ്യണം, എന്താ പഠിച്ചോനെ പരീക്ഷിക്കല്ലേ എന്നാണ്. ഇപ്പോഴും ദുആ ചെയ്യണം, റബ്ബേ നിന്റെ പരീക്ഷണം താങ്ങാനുള്ള കരുത്തെനിക്കില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെന്ന് പറഞ്ഞു, ഉസ്മാൻ, യാ ഉസ്മാൻ, നിനക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല നിനക്കൊരു കൊടും പരീക്ഷണം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സെയ്ദിന്റെ കയ്യിൽ കേട്ടപ്പോ തന്നെ ഉസ്മാൻ തങ്ങള്, മില്യണയർ, കോടീശ്വരൻ. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ അംബാനിയേക്കാൾ കോടീശ്വരനാണ്. മക്കയിൽ മദീനയിൽ ഹിജറ പോയിട്ട് അവിടുത്തെ മദീനക്കാരെ അൻസാരികൾ കൊടുത്ത സാധനം സദക്ക മേടിച്ചിട്ട് അതിൽ നിന്ന് ബിസിനസ് ഉണ്ടാക്കിയിട്ട് മദീനയിലെ കോടീശ്വരനായി മാറി. മില്യൺ കണക്കിന് ഡോളർ സമ്പാദിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാനോട് പറഞ്ഞു, ഉസ്മാൻ, സമ്പത്ത് കൂടുമ്പോ പരീക്ഷണവും കൂടും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മാ ഹാദിഹിൽ ബൽവത്ലതി തുസീബനി, എനിക്ക് പറ്റിപ്പോകുന്ന മുസീബത്ത് എന്താണ് നബിയേ? മാ തഗന്നൈതു
പോസ്റ്റ് മുടിക്കലുകാരെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. എന്നെ പരീക്ഷിക്കുമെന്നാണോ നബിയെ പറയുന്നത്? എന്നെ പരീക്ഷിക്കുമെന്നാണോ നബിയെ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് കുറെ കാര്യങ്ങൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഞാൻ ഇതുവരെ ഹാർമോണിയം വെച്ചിട്ട് പാട്ട് പാടി ആഭാസം നടത്തിയിട്ടില്ല. ഞാൻ പാട്ട് പാടിയിട്ടില്ല നബിയെ. ഹറാമായ മ്യൂസിക്കുകൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല നബിയെ. ദുനിയാവിനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നബിയെ. എന്റെ വലത് കൈ കൊണ്ട് എന്റെ ഗുഹ്യഭാഗം പോലും ഞാൻ പിടിച്ചിട്ടില്ല നബിയേ. നബിയേ, ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്ത സെക്കൻഡ് വരെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല നബിയേ. ഞാൻ വ്യഭിചരിച്ചിട്ടില്ല നബിയേ. കോടാനുകോടികളുണ്ട് എന്റെ കയ്യില്. നിങ്ങൾക്കറിയാമല്ലോ, ഏത് പെണ്ണ് വിളിച്ചാലും എന്റെ കൂടെ വരും നബിയേ. ഏത് സംവിധാനങ്ങളും എന്റെ കാൽക്കീന്റെ കുശുവട്ടിക്കൊണ്ടുവരാ ഈ ഉസ്മാന് കഴിയുമെന്ന് നിങ്ങൾക്കറിയുമല്ലോ യാ റസൂലല്ലാഹ്. പക്ഷേ യാ നബി അല്ലാഹ്, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ആ ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങളെ കരം കവർന്നപ്പെട്ട് പറയുന്നു, ഇന്നല്ലാഹ മുഖമ്മിസുക ഖമീസൻ ഫൈൻ അറാദകൽ മുനാഫിഖൂന അലാ ഖിൽഹി ഫലാ തഖ്ലഉഹു. ഉസ്മാൻ തങ്ങളെ, നിങ്ങൾ വഞ്ചിതരായത് കൊണ്ടോ, നിങ്ങൾ നിഫാഖ് കാണിച്ചത് കൊണ്ടോ, നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടോ അല്ല ഉസ്മാൻ. നിങ്ങൾ ഹക്കിൽ നിലകൊള്ളുമ്പോ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പരീക്ഷണമാ ഉസ്മാൻ. ക്ഷമിക്കണേ ഉസ്മാൻ. അള്ളാന്റെ റസൂലിന് 2 പെൺമക്കളെ കല്യാണം കഴിച്ച് ദുന്നൂറൈൻ എന്ന പേര് മേടിച്ച ഉസ്മാൻ തങ്ങളെ പറ്റിയിട്ടു അള്ളാന്റെ റസൂല് പറഞ്ഞതാ, കൊടും ക്രൂരമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെട്ടു. ആ ചരിത്രത്തിലോട്ട് ഞാൻ കടന്നു പോകുന്നില്ല, സമയം ദീർഘിച്ചു പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഹദീസ് വെച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? കൊടും പരീക്ഷണങ്ങളും കൊടും അറാമുകളും നമ്മുടെ നാട്ടിൽ വരാനുള്ള കാരണം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ആഭാസപ്പാട്ടുകൾ പാടിയിട്ടില്ല. എവിടെയാണോ ആഭാസപ്പാട്ടുകൾ വരുന്നത്, കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ചെറുക്കനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാതെല്ലാം നിർത്തുന്നു 10-15 മിനിറ്റ്. എന്നിട്ട് അവന് കയറി വരുമ്പോ BGM ഇട്ട് പാട്ട് പാടാൻ നിന്നെ ഏത് ഇസ്ലാമാടാ ചെറുപ്പക്കാരാ പഠിപ്പിച്ചത്? ഒരുപോലത്തെ വസ്ത്രം നീ ധരിച്ചതും കറുത്തതും വെളുത്തതുമായ വസ്ത്രം ധരിച്ചിട്ട് ഒരുപോലെ നീ പാടുന്ന പാട്ടുകൾ ഏത് ഇസ്ലാമാ പൊന്നുമോനെ പഠിപ്പിച്ചത്? നിന്നെ ഉണ്ടാക്കിയ വാപ്പ പഠിപ്പിച്ചതാണോ? നിന്നെ 10 മാസം പെറ്റുപോറ്റിയ തള്ള പഠിപ്പിച്ചതാണോ? അതോ മദ്രസയിലെ ഉസ്താദന്മാരെ നിന്നെ പഠിപ്പിച്ചതാണോ? ഇസ്ലാം ഒരു കുലബന്ധവും ഇല്ലാത്ത കാര്യം ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ നടക്കുമ്പോ അതിന് പണം ചെലവഴിക്കാൻ മടിയില്ലാത്ത എന്റെ വർത്തമാന കാലഘട്ടത്തിലെ മുതലാളിമാരോട്, വാപ്പാ നീ ഉണ്ടാക്കുന്ന പൈസയുണ്ടല്ലോ, അത് ഹറാമിന് വേണ്ടിയാ നീ ചിലവഴിക്കുന്നത്. അതിന് അല്ലാഹ്ക്ക് പൊരുത്തമില്ല. ആ കല്യാണം നടത്തുന്ന ഒരൊറ്റ കല്യാണത്തിന് പോലും നാളെ പരമോന്നത കോടതിയിൽ നീ 10-19 വയസ്സും പഠിപ്പിച്ചു വിടുന്ന നിന്റെ പൊന്നുമോളെ കല്യാണം കഴിച്ചു കൊടുത്തതിന്റെ പ്രതിഫലം എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ, അത് വാങ്ങാ നീ ആ പരിസരത്ത് പോലും പോയി നിൽക്കരുത്. കാരണം എന്തെന്നറിയോ? ഇസ്ലാമിന്റെ നിയമങ്ങളെ, ഇസ്ലാമിന്റെ ചട്ടങ്ങളെ, ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞ മുസ്ലിം നാമധാരികൾക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെന്തെന്നറിയോ? അവൻ നിന്ദ്യനാ, അവൻ നിസാരനാ, അവൻ തരം താഴ്ന്നവനാ. അങ്ങനെ ദുനിയാവിൽ അവനെ കാണിച്ചിട്ടല്ലാതെ അവന്റെ റൂഹ് അല്ലാഹ് പിടിക്കില്ലെന്ന് ഉറച്ച ഭാഷയിൽ സ്വഹീഹായ ഹദീസിൽ ഇതുവരെ നുണ പറയാത്ത നാവ് കൊണ്ട് ലോകത്തിന്റെ നേതാവ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ തട്ടവിടാൻ മോളോട് പറയണം. മാനേജ്മെന്റ് കൊച്ചിനെ കൊണ്ട് 10-15 കൊടുത്ത് ചേർക്കുമ്പോ മാനേജ്മെന്റ് ഞാൻ മുസ്ലിമാണ്, എന്റെ കൊച്ച് തട്ടമിടും, ഹിന്ദു പൊട്ടിടും, ക്രിസ്ത്യാനി കൊന്തരിക്കും, അവർ പലതും ധരിക്കും, അവരുടെ വേഷങ്ങൾ അവർ ധരിച്ചോട്ടെ. യൂണിഫോമിൽ ഡ്രസ്സിനെ ബാധിക്കുന്നതല്ല യൂണിഫോമിറ്റിയുടെ മക്കിന, മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ്. ഒരു ഹിന്ദു പൊട്ട് ധരിച്ചെന്ന് പറയും. ഇവിടെ സ്കൂളുണ്ടല്ലോ, നമ്മുടെ ചുറ്റുപാട് സ്കൂളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സ്കൂൾ പൊട്ട് ധരിക്കണ്ട, അത് യൂണിഫോമിറ്റിക്ക് എതിരാണെന്ന് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടെന്നറിയോ? അതുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് ഒരു സിസ്റ്റർ ഓടി 1ാം സ്ഥാനം മേടിച്ചപ്പോ അവരുടെ നിലപാട് ആ മതത്തിന്റെ ഉള്ളിൽ അവർക്കുണ്ടായി, നിങ്ങൾക്കില്ല. നമുക്ക് തൊപ്പി വയ്ക്കാൻ മടി,
നമുക്ക് ഞെരിയാണിക്ക് പോലും വസ്ത്രമിടാൻ മടി, നമുക്ക് ജുമായ്ക്ക് വരുമ്പോൾ ഒന്ന് വെള്ളയിട്ട് വരാൻ മടി, ഒന്ന് സുഗന്ധം പൂശി സുന്നത്താവാൻ നമുക്ക് മടി, മീശ വെട്ടി ഒതുക്കാനും താടി വളർത്താനും മടി, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട് മടി എനിക്കും നിങ്ങൾക്കുമാണെങ്കിൽ അള്ളാഹ് എന്തിനാണോ? പിന്നെ നമ്മൾ ഈ ആക്രമിക്കപ്പെടുന്നതും പണമില്ലാത്തതും നഷ്ടപ്പെടുന്നതും കുറ്റപ്പെടുത്തുന്നതും നമ്മൾ ആക്രമിക്കപ്പെടുന്നതും ആരോട് പോയാ പറയുന്നത്? മുടി വെട്ടാൻ ഒരു നാണമില്ലാത്ത കുറെ ചെറുപ്പക്കാർ പകുതി വെട്ടുന്നു, പണിക്ക് പോകുന്നു പറയും. അതുകൊണ്ട് പഠിക്കാൻ പോയിക്കോളാം, ഞങ്ങൾ പോയിക്കോളാം, അതെ ദീനാണ് ഹദീസാണ്. ഇനിയും ഉണ്ട് 1.5 മണിക്കൂറും 3/4 മണിക്കൂറും പറയാൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു